ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ വിന്നറെക്കാട്ടി കൂടുതൽ ആരാധകർ നമ്മുടെ അനീഷ് ചേട്ടനുണ്ട്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അപ്പൊ ഈ വിന്നർ ആയത് ചുമ്മാ ആക്കിയതാണോ? ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. എന്തായാലും വിന്നറൊക്കെ ഒപ്പം കിട്ടി വീട്ടിൽ ഇപ്പൊ ഇരിപ്പുണ്ടല്ലോ, അടിച്ചു പൊളിച്ചു. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അനീഷ് ചേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള്. PR ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മസ്താനോട് ഓൾറെഡി നല്ല വൈരാഗ്യ ബുദ്ധിയോട് കൂടിയാണോ അകത്തോട്ട് പോയത്? അല്ലാതെ ശരിയാണോ തെറ്റാണോ? ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. മസ്താൻ എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എന്റെ ദാരിദ്ര്യം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത്. ഓ, അപ്പൊ അതാണല്ലേ കേസേട്ട്. ലൈവ് കാണുന്ന സമയത്ത് ഫുള്ളും ബിൻസിയുടെ ഇല്ലായ്മകൾ പറയുമായിരുന്നു. ചാച്ചന്റെ ഓട്ടോ, ബിൻസിയുടെ വീട്ടിൽ പൈസ ഇല്ല, ബിൻസി പണയം വെച്ചിട്ടാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നില്ലേ ബിൻസി എന്നൊരു കാര്യം ചോദിച്ചു. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. മസ്താനോട് ഒരു വൈരാഗ്യം ഇല്ലാതെ പോയതെന്ന് പറഞ്ഞല്ലോ. മസ്താൻ അങ്ങനെ സംസാരിക്കാൻ വരുമ്പോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ ചേതോ വികാരം എന്തായിരുന്നു? ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ? എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് മിണ്ടാൻ പോലും വൈരാഗ്യ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. എന്താ ഓട്ടോ എന്ന് പറയുന്നതിൽ അത്ര വിഷമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് അത്ര ട്രിഗർ ആയത്? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഈ മസ്താനി ഒരുമാതിരി ആക്കിയ രീതിയില് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു. ഇനിയും വല്ലാണ്ട് വയലന്റ് ആയ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചുറ്റിക, അതെടുത്ത് ഒന്നുകൂടി പ്രയോഗിച്ചോളൂ. ഒന്ന് വിധം 3 നേരം മതിയോ? ആയിക്കോട്ടെ. അപ്പൊ മസ്താന് പറയുമ്പോൾ ട്രിഗർ ആവുകയും ഞാൻ പറയുമ്പോൾ ട്രിഗർ ആകാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എന്റെ ഒരു നേച്ചർ, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ കണ്ടതേ ഉള്ളെങ്കിൽ പോലും ഞാൻ ഭയങ്കര കമ്പനി ആവുന്ന ഒരാളാണ് ഞാൻ. പെണ്ണെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ബ്രോ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് സംസാരിക്കോ? ഓഹ്, ആ പഴയ ലാത്തിയുടെ തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. ഓഹോ, കാലൊക്കെ തല്ലി ഓടിക്കുന്നവരൊക്കെ പറയുന്നത് അത് ചിലപ്പോ ഒടിച്ചെന്നിരിക്കും. അത് ചിലപ്പോ തല്ലി ഓടിച്ചെന്നിരിക്കും. ഫിസിക്കൽ അറ്റാക്ക് ശരിയാണോ? എന്താ ഞാൻ പറയും മോളോട്? ഒരു മനുഷ്യന്റെ കാല് തല്ലി ഓടിക്കാന്നൊക്കെ പറയുന്നത് അത് ചിലപ്പം അപ്പനെയും അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊള്ളും, ഞാനത് ചെയ്യും. അത് ഒരു കോട്ടയംകാരി അച്ചായത്തിയുടെ ഒരു സമീപനമാണ്. RJ ബിൻസി അങ്ങനാണ്. ഈ മേല ഇമാതിരി പരിപാടിയായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി മുട്ടുകാരി ഞങ്ങൾ തല്ലിയൊടിക്കും. അല്ല, ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് അവള് പറയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നു. ബൈ ബൈ.